ഹലോ, വെൽക്കം ടു മൈ ഹിന്ദി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആ ടു റ് വരെ നമ്മൾ എഴുതാൻ പഠിച്ചു. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്ന് നമുക്കൊന്നുകൂടെ എഴുതി നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? തുടങ്ങാം. ഫസ്റ്റ് ലെറ്റർ ആ. ആ. ഇ. ഈ. ഉ. ഊ. റ്. ഇപ്പോൾ ഓർമ്മ വന്നല്ലോ അല്ലേ? ഇന്ന് നമുക്ക് എ തുടങ്ങി ആ വരെയുള്ള അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കാം. ഓക്കെ, റെഡിയല്ലേ? എനിക്കറിയാം റ് എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒന്നുകൂടെ റ് എഴുതാൻ പഠിച്ചിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് എഴുതാൻ പഠിക്കാം. ഓക്കെ, റ് എഴുതാൻ ഫസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു നോട്ട് ഇടുക, ഒരു കർവ് ഇടുക, അവിടെ നിന്നൊരു 2 സ്ലാൻഡിങ് ലൈൻ ഇട്ടാൽ റ്. ഓക്കെ, എഗെയിൻ സ്റ്റാൻഡിങ് ലൈൻ, ഒരു നോട്ട്, പിന്നെ ഒരു കർവ്, 2 സ്ലാൻഡിങ് ലൈൻ. ഇപ്പോൾ ഓർമ്മ വന്നോ? നെക്സ്റ്റ് ലെറ്റർ എ. എഴുതാൻ ഫസ്റ്റ് സ്റ്റാൻഡിങ് ലൈൻ എഴുതാം, പിന്നെ അവിടെ നിന്ന് സ്ലാൻഡിങ് ലൈൻ, എഗെയിൻ ഒരു സ്റ്റാൻഡിങ് ലൈൻ ഇടുക, അടിയിൽ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. ഓക്കെ, എ. ഒന്നുകൂടെ നോക്കാം. ഒരു സ്റ്റാൻഡിങ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, എഗെയിൻ ഒരു സ്റ്റാൻഡിങ് ലൈൻ, ചെറിയൊരു ബെൻഡ് ഇടുക. എ. ഈസി അല്ലേ എന്ന് എഴുതാൻ? അടുത്ത ലെറ്റർ നോക്കാം. നെക്സ്റ്റ് ലെറ്റർ ഏതാ? ഐ. നമ്മൾ ആദ്യം എന്ന് എഴുതാണ്. ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, എഗെയിൻ സ്റ്റാൻഡിങ് ലൈൻ, ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തു, എന്ന് എഴുതി, മുകളിലേക്കൊരു സ്ലാൻഡിങ് ലൈനും കൂടി ഇട്ടു. ഇതിനെന്താ പറയുക? ഐ. എഗെയിൻ സ്റ്റാൻഡിങ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, ഒരു സ്റ്റാൻഡിങ് ലൈൻ കൂടെ വരച്ചൊന്ന് ചെറിയ ബെൻഡ് കൊടുത്തു, ഒരു മുകളിലൊരു സ്ലാൻഡിങ് ലൈൻ കൂടെ കൊടുത്തു. ഐ. കിട്ടിയോ? നെക്സ്റ്റ് ലെറ്റർ ഓ. ഓ എഴുതാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ആന്ന് എഴുതാൻ പഠിച്ചില്ലേ? ആദ്യം ആന്ന് എഴുതാം. ആന്ന് എഴുതാൻ നമ്മൾ പഠിച്ചു. ഒരു സ്റ്റാൻഡിങ് ലൈനും കൂടെ നമ്മളവിടെ കൊടുക്കണു, എന്നിട്ട് മുകളിലേക്കൊരു സ്ലാൻഡിങ് ലൈനും കൂടെ കൊടുത്താൽ ഓ. അപ്പം എന്താ നമ്മൾ ചെയ്തേ? ആദ്യം ഒരു 3 എഴുതി, ഒരു സ്ലീപ്പിംഗ് ലൈൻ കൊടുത്തു, ഒരു സ്റ്റാൻഡിങ് ലൈൻ കൊടുത്തു, എഗെയിൻ ഒരു സ്റ്റാൻഡിങ് ലൈൻ, മുകളിൽ ഒരു സ്ലാൻഡിങ് ലൈനും കൂടെ കൊടുത്താൽ ഓ. നെക്സ്റ്റ് ലെറ്റർ ഔ. ഔ എഴുതാനും ഇതുപോലെ തന്നെയാണ്. ആദ്യം 3 എഴുതാം, ഒരു 3 എഴുതി, സ്ലീപ്പിംഗ് ലൈൻ ഇട്ടു, സ്റ്റാൻഡിങ് ലൈൻ, എഗെയിൻ ഒരു സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ മുകളിലേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ അല്ല 2 സ്ലാൻഡിങ് ലൈൻ കൊടുത്താൽ ഔ. ഒന്നുകൂടെ നോക്കാം. ആദ്യം ഒരു 3 എഴുതുക, ഒരു സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, ഒരു സ്റ്റാൻഡിങ് ലൈനും കൂടെ കൊടുക്കുക, മുകളിലേക്ക് 2 സ്ലാൻഡിങ് ലൈൻ. ഇതിനെന്താ വായിക്കുക? ഔ. നെക്സ്റ്റ് ലെറ്റർ അം. അം എഴുതാനായിട്ട് നമ്മൾ ആന്ന് എഴുതാണ്. ആദ്യം 3 എഴുതി, സ്ലീപ്പിംഗ് ലൈൻ എഴുതി, സ്റ്റാൻഡിങ് ലൈൻ, ഇനി മുകളിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ അം. ഒന്നുകൂടെ എഴുതാം. ആദ്യം 3 എഴുതി, സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, മുകളിൽ ഒരു ഡോട്ട്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ ആ. ആ എഴുതാനും നമ്മൾ സെയിം ആ തന്നെയാണ് എഴുതേണ്ടത്. 3 എഴുതുക, സ്ലീപ്പിംഗ് ലൈൻ എഴുതുക, സ്റ്റാൻഡിങ് ലൈൻ, മുകളിലല്ല ഡോട്ട് ഇടേണ്ടത്, സൈഡിൽ ഇതുപോലെ ഇട്ടാൽ എന്താ വായിക്കുക? ആ. ഒന്നുകൂടെ കാണിക്കാം. 3 എഴുതി, സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ, സൈഡിൽ ഇതുപോലെ ഇടുക. ആ. ഇന്ന് പഠിച്ചത് ഒന്നുകൂടെ എഴുതി നോക്കിയാലോ? എ. ഐ. ഓ. ഔ. അം. ആ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സ്വരാക്ഷരങ്ങൾ എന്നും എഴുതാനായിട്ടൊന്ന് ശ്രമിക്കണേ. താങ്ക് യു.